ഇന്ന് നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന പപ്പായ, അതോ നമ്മുടെ നാട്ടിലൊക്കെ ഓമയ്ക്ക എന്ന് പറയും, അത് വെച്ച് നമുക്കൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കറ, നമ്മളിങ്ങനെ ഒരു പപ്പായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കറ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി ഇതിൻ്റെ കറ മുഴുവൻ കളഞ്ഞെടുക്കണം. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചിലർക്ക് കറയൊക്കെ ഇതിൻ്റെ അലർജി ആയിരിക്കും, അങ്ങനെയുള്ള ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ പപ്പായ നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് ഇത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പരുവമാണ്. ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പയിൽ നമ്മൾ കുറച്ച് വെള്ളം വെക്കുന്നു. അതൊരല്പം ചൂടായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പപ്പായ നമ്മൾ അതിലേക്കിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കും. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടുതൽ തിളപ്പിക്കരുത്, അല്ലെങ്കിൽ അത് വെന്ത് പോകും. 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മൾ റെഡിയാക്കി നമ്മൾ എടുക്കാൻ പോവുകയാണ്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു പപ്പായ അതിലേക്ക് ഇട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പപ്പായ 2 മിനിറ്റ് വെന്തു. ഇത് വാങ്ങി വെക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഈ വാങ്ങി വെച്ച ഇത് ഏകദേശം ഒരു 2 മിനിറ്റോളം ആറി നല്ല തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മസാല കൂട്ടി ചേർക്കുന്നതിനോട് തന്നെ നമ്മൾ മസാല, ഇത് ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല, പിന്നെ അല്പം പിന്നെ മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് മുരിഞ്ഞ കിട്ടാൻ വേണ്ടി ചിലർ കോൺഫ്ലവർ ഒക്കെ ചേർക്കും. ഇപ്പോൾ ഞാൻ അവിടെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മസാല ഇട്ടതൊന്ന് ഇളക്കിയെടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല എടുത്ത് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഈ മസാലക്കൂട്ട് എല്ലായിടത്തും ഒന്ന് കൃത്യമായി കിട്ടത്തക്ക രീതി വേണം ഇളക്കിയെടുക്കാൻ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഊട്ടുരുളിക്കകത്തോട്ട് അല്പം എണ്ണ ഒഴിച്ചു. ഇതൊന്ന് ചൂടാവാൻ വെക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ എണ്ണ റെഡി ആയതിൻ്റെ അകത്ത് ഞാൻ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതിങ്ങനെ സെപ്പറേറ്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മളത് ഫ്ലെയിമും തീരെ കുറയ്ക്കണേ. എന്നിട്ട് നമ്മളത് റെഡിയാക്കി എടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു പപ്പായ ഉപ്പേരി എന്ന് പറയാം. ഇത് നമ്മൾ നല്ല വൃത്തിക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പൊങ്ങി വരുന്നതിനോട്ട് റെഡിയായി പൊങ്ങി വരുന്നുണ്ട്. 2 മിനിറ്റ് നമുക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ പപ്പായ റെഡി ആയിട്ടുണ്ട്. പപ്പായയുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊന്നും പിടിക്കാതെ നല്ല വൃത്തിക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഞാൻ പറയാം പഴുത്ത് പോയുണ്ട്, അല്പം മധുരമുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇളം പരുവത്തിലുള്ളത് പറിച്ചാൽ മതി. പിന്നെ ഇച്ചിരി കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കടലമാവോ ഒക്കെ ചേർത്ത് അങ്ങനെയും കിട്ടും. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. മറ്റുള്ള വെളിയിൽ നിന്നൊക്കെ ജങ്ക് ഫുഡ്സ് ഒക്കെ മേടിച്ച് കഴിക്കാതെ ഇങ്ങനെയുള്ള തൊഴിലിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.